ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഡ്രസ്സ് എടുത്തതാ കല്യാണമാണ്. ഓക്കെ ശരി, അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ട്. ഇതാ അവിടെ നല്ല ഒരുക്കിയിട്ടുണ്ട്. പെരുന്നാളായിട്ടുള്ള മോഡലാണ്. അപ്പം നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് പോവുകയാണ്. അപ്പം എന്നെ ഓട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കല്യാണം ഇറങ്ങണം മക്കളെ. നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്താ നമ്മളെ ഫോളോവറൊക്കെ അവിടെ നിൽക്കേണ്ടതാ. ടാറ്റാ, കണ്ടോളി, നിങ്ങൾ വീഡിയോയിൽ വരും. ശരി, ഓക്കെ, ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും. അവിടുന്ന് പോകുന്ന അപ്പോൾ തയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അന്ന് കോട്ടക്കന്ന് എടുത്ത ഡ്രസ്സ് നമുക്ക് ഇഷ്ടമായി അല്ല, ശീല തയ്ക്കില്ല. നമുക്ക് സൈഡ് ഓപ്പൺ, നമുക്ക് അനാർക്കലി എടുക്കാം. സൈഡ് ഓപ്പൺ ആയി പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ വരിക, ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തു. എൻ്റെ പൊന്നെ, ഇപ്പോഴാണ് എനിക്കൊന്ന് മനസ്സൊന്ന് ക്ലിയർ ആയത്. ഇത് വരി 3-4 കട പോയിട്ടും നമുക്ക് റെഡിമെയ്ഡ് ഒന്നും ഇഷ്ടപ്പെട്ട കളറില്ല. ഒക്കെ സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വീട്ടിലുണ്ട് സൈഡ് ഓപ്പൺ ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ സിഗ്നലിലാണ്. കല്യാണത്തിന് കിട്ടി ശീല മുറിച്ചെടുക്കണത്. അത് അടിപൊളി. അമ്മേ, എന്തത് ആ തിരിച്ചേക്കാറല്ലേ? നമ്മൾ പണ്ണാർക്കോട് റോഡിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പൊന്നുമക്കളെ. എന്നെ വീട് എടുക്കടി. ബോയ്സ് സ്കൂളിൻ്റെ അവിടെ എന്നല്ല പറഞ്ഞേ? അപ്പോൾ തെറ്റിയോ? ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ അവിടെയാണ് നമ്മൾ തയ്ക്കാൻ പോണത് കേട്ടാ. നമ്മൾ ഇതാ സമയം എല്ലാതും പെരുന്നാളായിട്ട് നല്ല അലങ്കരിച്ച് സാറാക്കണം എൻ്റെ പൊന്നുമക്കളെ. അപ്പം നിങ്ങളോടല്ലേ പറഞ്ഞത്? അതല്ല, ആ ചെങ്ങായി പറഞ്ഞത് ഏതാ? അവിടുക്കാണ് വേണ്ടതേ. എവിടുന്നേലും ആക്കിയിട്ട് കാര്യമില്ലല്ലോ. ഷെയറിങ് കേട്ടോ. അപ്പം നമ്മൾ അടിക്കാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ. ടൈലറും കടയിലാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈൻ ചെയ്യണോ കളികൾ. അടിപൊളിയല്ലേ? എംബ്രോയിഡിങ് ചെയ്യണ മെഷീനാണ്, ഓട്ടോമാറ്റിക്കായിട്ട്. അതതിൻ്റെ സ്ഥാനത്ത് പോയിട്ട് അത് എംബ്രോയിഡറി ചെയ്യണോക്കാണ്. ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. അപ്പോൾ മക്കളെ 3-4 കടയിലൊക്കെ പോയി വന്ന് ഇപ്പം കല്യാണം നമുക്ക് പറ്റിയാണെങ്കിൽ കിട്ടിയ കേട്ടോ. ഭയങ്കരമായിട്ട് ഇവിടെ കുറേ അടിച്ചു വെച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കല്യാണ പാർട്ടികൾക്കുള്ള അതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. അടിച്ചിട്ടുള്ളൂ ഞാൻ കാണിക്കുള്ളൂ കേട്ടോ. കട്ട ഫാനുകളൊക്കെ കാണിക്കണോ? അത് ഫേമസ് ആയിക്കോട്ടെ. ഈ തര ഇതൊക്കെ ശേഷം സുഖല്ലേ? ഈ ഇതാണ് നമ്മളെ പിന്നെ ഇത് എന്താണ് ചെയ്യണത്? എന്താ പറയാ? അതല്ലാതെ ടോപ്പ് റൗൺ ആണല്ലേ? ഫുൾ റൗൺ ആണ് അടിക്കാൻ പോണത്. ഇതാണ് എൻ്റെ. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഇതാ എന്തൊക്കെയാണ് ആയി പറഞ്ഞു. നമ്മളെ
എന്നെ ചങ്കളാണ്, അവർക്ക് ഭയങ്കര കുറവ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കയറി വന്നതാണ് ഡ്രസ്സ് അടിക്കാനായിട്ട്. അപ്പോൾ ഡ്രസ്സ് അടിച്ചതൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നോളി. എന്താണ് ഈ കടയുടെ പേര്? ആ, മെഹനാസ് ഡിസൈൻസ്. ആ ഡിസൈനാ ചെയ്യണം പൊന്നു മക്കളെ. അതിൻ്റെ സ്ഥാനത്ത് വന്നിട്ട് അത് ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ചെയ്യുന്നത്. നോക്കിയേ, ടൈൽ അതൊരു ഓരോരോ യന്ത്രങ്ങൾ ഇനി കണ്ടോളൂ കേട്ടോ. അത് എവിടെയാണ് ഇതിൻ്റെ സ്ഥാനത്ത് നോക്കിയിട്ട് ഇത് കാര്യം പറഞ്ഞു കൊടുത്ത വഴിയല്ലേ, റോബോട്ടിൻ്റെ വഴി. കാണാൻ ഇതൊക്കെ പിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ ആർക്കതൊക്കെ കാണിച്ചു കൊടുക്കല്ലേ ഇരിക്കും തന്നെ. ആ അങ്ങനെ പറയണം. അല്ല ഇത്ര റീച്ച് നിൽക്കുകയാണ്. അപ്പോൾ മക്കളെ ബൈ, സീ യു. അസ്സലാമു അലൈക്കും. ഞാൻ പോവാണ്. ശരി മൊന്നെ. ആ, ഞാൻ പോസ്റ്റ് ചെയ്ത് എടുക്കണ്ടേ. യൂട്യൂബിലിടാൻ തന്നെയാണ്, പാട്ടൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഒരു 11-12 മിനിറ്റ് വേണം, എന്നെങ്കിലേ നമുക്കൊരു കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ പോവുകയാണ്. ചാറ്റാ മക്കളെ. അപ്പോൾ നമ്മൾ പോയിട്ട് അടിച്ചാനൊക്കെ കൊടുത്തേക്കണം. പെരുന്നാളാകുമ്പോൾ തന്നെ കിട്ടും. അതാ അടിക്കുന്ന ആൾക്കാരൊക്കെ അതാ. ടാറ്റ. പോയി ചേച്ചി. അപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് നമ്മൾ പോവുക. ഇവിടെ കുറച്ച് ഇരുട്ടാണ്. അപ്പോൾ അതിനെ 3-4 കടയിൽ ഇറങ്ങി കയറിയിട്ടാണ് ഇപ്പോൾ നമുക്ക് പാകമുള്ള കിട്ടിയത്. അപ്പോൾ ശീലടിച്ച് കല്യാണ സീസൺ കേട്ടോ. നമ്മളിങ്ങനെ അടിച്ചാൻ കൊടുത്ത് ഇങ്ങനെ പോരുകയാണ്. ബോയ്സ് സമയത്തിൻ്റെ അവിടെ ബോയ്സ് ഗേൾസ് സ്കൂളിൻ്റെ അവിടെയാണ് കേട്ടോ. നമ്മൾ പോയിരുന്ന സ്കൂൾ കാണിച്ചു തരുന്നുണ്ട്. പഠിച്ച സ്കൂളല്ലേ. എനിക്കിപ്പോൾ ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അത് കുറേ ഫാൻസുകൾ ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. നല്ല ബാഗ് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂൾ അതാ, ബോയ്സ് ഗേൾസ് 2 സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഞാൻ തുല്യത പഠിച്ചാൽ മതി ഈ സ്കൂളിൽ. അത് ബോയ്സ്, ഇത് ഗേൾസ്. അപ്പോൾ സ്കൂളിലത്തെ ഇവിടുത്തെ ക്ലാസ്സൊക്കെ ഒന്ന് ക്ലാസ് മുറിയൊക്കെ ലെവലാക്കിക്കണം. പഴയ ക്ലാസ്സൊക്കെ ഉണ്ട് അവിടെ. ഈ ക്ലാസ്സിൽ ഇവിടുത്തെ ക്ലാസ്സിൽ ഞാൻ പഠിച്ചത്. ഇതാണ് നമ്മളെ സ്കൂൾ പഠിച്ചത്. പഠിപ്പിക്കണമോ പുള്ളിമാനൊക്കെ വരച്ചിട്ടുണ്ടല്ലോ ഉഷാറാക്കിയിട്ട്. നമ്മൾ ഉഷാറായിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ വിശേഷം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തു, അടിച്ചാൻ കൊടുത്തു. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരു സന്ദർഭത്തിലാണ് കേട്ടോ. ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്. 2 സ്കൂൾ ഒരുമിച്ചാണ് കേട്ടോ. ഈ അതിലും പഠിച്ചിരുന്നു, അതിൽ ക്യാപ്പില്ലെങ്കിൽ ഇതിലും പഠിച്ചിരുന്നു. ഓയ് നല്ല വെയിൽ. എന്താ ബോയ്സ്, ഇത് ഗേൾസ്, അത് ബോയ്സാണ്. പഴയ തന്നെയാണ്. കുറേ കെട്ടിട്ട് മാറ്റിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ സ്കൂളൊക്കെ കണ്ടല്ലേ ഞങ്ങൾ. നമ്മൾ തുല്യത പഠിച്ച സ്കൂളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ 10ാം ക്ലാസ് 2 പഠിച്ചായിരുന്നു.
അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ, സ്കൂൾ പഠിക്കുമ്പോഴേ ഈ സാധനത്തിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ക്ഷീണിക്ക. ഈ ക്ഷീണിക്ക നമ്മൾ ആദ്യം കഴിച്ചിരുന്നു. ഇപ്പം ആരെല്ലാം കഴിക്കുമോ? കഴിക്കില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലേവറായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം കഴിക്കാൻ പറ്റില്ലല്ലോ പൊന്നെ, നോമ്പല്ലേ. അതൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. നമ്മൾ എന്തൊക്കെ കഴിച്ചായിരുന്നു അല്ലേ, പലതിലും. ചമയത്തിൻ്റെ അടുക്ക് എത്തി നമ്മൾ. കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ. അസ്സലാമു അലൈക്കും.